ശാന്തമായ അനന്തഗ്രാമത്തിൽ സിദ്ധാർത്ഥ് എന്ന സെൻ മാസ്റ്റർ തൻ്റെ അർപ്പണബോധമുള്ള വിദ്യാർത്ഥിയായ ആരവിനെ ജീവിതത്തിൻ്റെ അഗാധമായ യാത്രയിൽ നയിച്ചു. അവർ പുരാതന ആൽമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ പരാജയത്തിൻ്റെ ചങ്ങലകളിൽ നിന്ന് മുക്തമായ ജീവിതത്തിൻ്റെ താക്കോൽ കൈവശം വെച്ചിരുന്ന അമൂല്യമായ രഹസ്യങ്ങൾ സിദ്ധാർത്ഥ് പങ്കിടാൻ തുടങ്ങി. രഹസ്യം 1: നശ്വരതയെ ആലിംഗനം ചെയ്യുക. ലാളിത്യമാണ് ആദ്യത്തെ രഹസ്യം. സിദ്ധാർത്ഥ് മന്ത്രിച്ചു. ജീവിതത്തിൻ്റെ നശ്വരത മനസ്സിലാക്കുക. നദിയുടെ ഒഴുക്ക് മാറുന്നത് പോലെ ജീവിതവും മാറുന്നു. ഓരോ നിമിഷവും ആസക്തികളില്ലാതെ സ്വീകരിക്കുക. കാരണം ഭൂതകാലത്തോട് പറ്റി നിൽക്കുകയോ ഭാവിയെ ഭയപ്പെടുകയോ ചെയ്യുന്നത് കഷ്ടപ്പാടുകളെ മാത്രമേ വളർത്തൂ. അസ്തിത്വത്തിൻ്റെ ക്ഷണികമായ നൃത്തത്തിൽ ആനന്ദം കണ്ടെത്തുന്നതിലെ സൗന്ദര്യത്തെക്കുറിച്ച് സിദ്ധാർത്ഥ് പറയുന്നത് ആരവ് ശ്രദ്ധയോടെ കേട്ടു. രഹസ്യം 2: പ്രതിരോധശേഷി വളർത്തുക. ജീവിതത്തിൻ്റെ പൂന്തോട്ടത്തിൽ പ്രതിരോധശേഷിയാണ് രണ്ടാമത്തെ രഹസ്യം. സിദ്ധാർത്ഥ് തുടർന്നു. കൊടുങ്കാറ്റുകൾ വരും. വെല്ലുവിളികൾ നിങ്ങളുടെ ആത്മാവിനെ പരീക്ഷിക്കും. പ്രതികൂല സാഹചര്യങ്ങളിൽ വളയുകയും എന്നാൽ ഒടിഞ്ഞു വീഴാതിരിക്കുകയും ചെയ്യുന്ന ദൃഢമായ ഒരു മരം പോലെ പ്രതിരോധശേഷി വളർത്തിയെടുക്കുക. ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകൾക്കിടയിൽ തലയുയർത്തി നിൽക്കുന്ന ആ ദൃഢമായ വൃക്ഷമായി ആരവ് സ്വയം സങ്കല്പിച്ചു. പുതിയ ശക്തിയോടെ തിരിച്ചു വരാനുള്ള കല പഠിച്ചു. രഹസ്യം 3: സ്വയം അനുകമ്പ വളർത്തുക. സഹതാപം, പ്രത്യേകിച്ച് തന്നോടുള്ള അനുകമ്പയാണ് മൂന്നാമത്തെ രഹസ്യം. സിദ്ധാർത്ഥ് പങ്കുവച്ചു. നിങ്ങളുടെ അപൂർണതകളെ ദയയോടെ അംഗീകരിക്കുക. തെറ്റുകൾ തടസ്സങ്ങളല്ല, ചവിട്ടുപടികളാണെന്ന് മനസ്സിലാക്കുക. ഒരു പ്രിയ സുഹൃത്തിനെ പോലെ സ്വയം പെരുമാറുക. വിജയത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് മനസ്സിലാക്കലിലും ക്ഷമിച്ചുമാണെന്ന് മനസ്സിലാക്കിയ ആരവിന് ആത്മാനുഭൂതിയുടെ ചൂട് ഹൃദയത്തിൽ നിറയുന്നതായി തോന്നി. രഹസ്യം 4: വർത്തമാനകാല അവബോധം ഉൾക്കൊള്ളുക. നാലാമത്തെ രഹസ്യം ഈ നിമിഷത്തിൽ വസിക്കുന്നു. സിദ്ധാർത്ഥ് ഊന്നി പറഞ്ഞു. ഭൂതകാലവും ഭാവിയും മിഥ്യാധാരണകളാണ്. യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നതെല്ലാം ഇപ്പോഴുള്ളതാണ്. എല്ലാ പ്രവർത്തനങ്ങളിലും പൂർണ്ണമായി ഉണ്ടായിരിക്കുക. വർത്തമാനകാലത്തിൻ്റെ ലാളിത്യത്തിൽ നിങ്ങൾ ജീവിതത്തിൻ്റെ സത്ത കണ്ടെത്തും. ശ്വാസത്തിൻ്റെ സൂക്ഷ്മമായ താളവും കാറ്റിൽ ഇലകളുടെ തുരുമ്പും അനുഭവിച്ചുകൊണ്ട് ആരവ് കണ്ണുകളടച്ച് വർത്തമാനകാല അവബോധം പരിശീലിച്ചു. രഹസ്യം 5: പരാജയങ്ങളിൽ നിന്ന് ജ്ഞാനം തേടുക. പരാജയങ്ങൾ തോൽവികളല്ല, അവ ജ്ഞാനത്തിലേക്കുള്ള വഴികാട്ടിയാണ്. ഓരോ തിരിച്ചടിയിലും പാഠങ്ങൾ തേടുക എന്നതാണ് അഞ്ചാമത്തെ രഹസ്യം. പരാജയങ്ങളെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളായി സ്വീകരിക്കുക. ഏറ്റവും അഗാധമായ വളർച്ചയാണ് പലപ്പോഴും ഉയർന്നു വരുന്നത്. അവ വരുന്നത് പ്രതികൂലത്തിൻ്റെ മണ്ണിൽ നിന്നാണ്. പരാജയങ്ങൾ വഴിതടയലല്ല, പരിണമിക്കാനും പഠിക്കാനുമുള്ള അവസരങ്ങളാണെന്ന് മനസ്സിലാക്കി ആരവ് സിദ്ധാർത്ഥിൻ്റെ വാക്കുകൾ ആലോചിച്ചു. ഈ തത്വങ്ങൾ സ്വീകരിച്ച അനന്തയിലെ യുവാവായ രവിയുടെ ഒരു കഥയിലൂടെ സിദ്ധാർത്ഥ് രഹസ്യങ്ങൾ ചിത്രീകരിച്ചു. ഒരു കാലത്ത് പരാജയഭാരത്താൽ ഭാരപ്പെട്ട രവി പ്രതിരോധത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും പ്രകാശഗോപുരമായി രൂപാന്തരപ്പെട്ടു. ഒന്നാമത്തെ രഹസ്യം നശ്വരതയെ ആലിംഗനം ചെയ്യുക. രവിക്ക് ഒരു ബിസിനസ് തിരിച്ചടി നേരിട്ടെങ്കിലും വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും നശ്വരത സ്വീകരിച്ച് മുൻകാല നഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം അദ്ദേഹം മാറ്റങ്ങളുമായി പൊരുത്തപ്പെട്ടു. പുതിയ അവസരങ്ങളും സംരംഭങ്ങളും സൃഷ്ടിച്ചു. രഹസ്യം 2: പ്രതിരോധശേഷി വളർത്തുക. വ്യക്തിപരമായ വിഷമതകൾ വന്നപ്പോൾ രവി ശക്തമായി നിലകൊണ്ടു. സിദ്ധാർത്ഥ് പറഞ്ഞ ദൃഢമായ വൃക്ഷം പോലെ അവൻ കൊടുങ്കാറ്റുകളെ അതിജീവിച്ചു. അതിനേക്കാൾ ശക്തനും കൂടുതൽ പ്രതിരോധശേഷിയുള്ളവനുമായി വളർന്നു. രഹസ്യം 3: അനുകമ്പ സ്വയം വളർത്തിയെടുക്കൽ. രവി തൻ്റെ തെറ്റുകളിൽ നിന്ന് സ്വയം സഹാനുഭൂതിയോടെ പഠിച്ചു. സ്വയം ശപിക്കുന്നതിനു പകരം ഓരോ തെറ്റിദ്ധാരണയും അദ്ദേഹം ഒരു പാഠമായി കണക്കാക്കി. സൗമ്യഹൃദയത്തോടെ വ്യക്തിപരവും തൊഴിൽപരവുമായ വളർച്ചയെ പ്രോത്സാഹിപ്പിച്ചു. നാലാമത്തെ രഹസ്യം വർത്തമാനകാല അവബോധം. ഭാവിയുടെ ഉത്കണ്ഠകളാൽ വിഴുങ്ങിയ രവി വർത്തമാനകാല അവബോധം സ്വീകരിച്ചു. ഓരോ പ്രയത്നത്തിലും യാത്രയുടെ സന്തോഷത്തിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഓരോ നിമിഷത്തിൻ്റെയും ലാളിത്യത്തിൽ സംതൃപ്തി കണ്ടെത്തി. രഹസ്യം 5: പരാജയങ്ങൾ രവിയുടെ ഏറ്റവും വലിയ ഗുരുക്കന്മാരായി.
ഓരോ തിരിച്ചടിയിലും അവൻ്റെ ഉള്ളിലെ പാഠങ്ങൾ തേടി വെല്ലുവിളികളെ ജ്ഞാനവും നേട്ടവും നിറഞ്ഞ ജീവിതത്തിലേക്കുള്ള ചവിട്ടുപടികളാക്കി മാറ്റി. ജ്ഞാനം പങ്കിട്ട് സിദ്ധാർത്ഥ് കഥ അവസാനിപ്പിച്ചപ്പോൾ ആരവിനോട് പറഞ്ഞു, പരാജയം ഒരു മരീചിക മാത്രമുള്ള ജീവിതത്തിൻ്റെ താക്കോലാണ്. ഈ 5 രഹസ്യങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട ആരവ്, അവയെ ആശ്ലേഷിക്കുക. നിങ്ങൾ ജീവൻ്റെ നദിയിൽ കൃപയോടെ സഞ്ചരിക്കും. രവിയുടെ യാത്രയിൽ നിന്നും ജ്ഞാനം പങ്കുവച്ചതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ആരവ് നന്ദിയോടെ സിദ്ധാർത്ഥിനെ വണങ്ങി. 5 രഹസ്യങ്ങളാൽ സായുധനായി അവൻ സ്വന്തം യാത്ര ആരംഭിച്ചു. ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ സഹിഷ്ണുതയോടെയും അനുകമ്പയോടെയും വർത്തമാനകാല അവബോധത്തോടെയും നേരിടാൻ തയ്യാറായി ആരവ് മുന്നോട്ട് നടന്നു. If you love to watch this video, you can like, share and subscribe.